പ്രീസ് ലോർഡ്, ദൈവനാമത്തിന് മോദമുണ്ടാകട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ആ കഴുതക്കുട്ടിയെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 4-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. പ്രൈസ് ലോർഡ്. തക്ക സമയമായപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം കാലങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തത് നിവർത്തി വരുവാൻ അത് സംഭവിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ വാഗ്ദത്തത്തിന് നിവർത്തിയായി. ഒരുപക്ഷെ ആ നിമിഷം വരെ യേശു കർത്താവ് അതിനെ യേശു കൊണ്ടുവരുവാൻ പറഞ്ഞ നിമിഷം വരെ ആ കഴുതയ്ക്ക് ഒരു വിലയില്ലായിരിക്കും. അല്ലെങ്കിൽ ആ കഴുത ആരാലും അറിയപ്പെടാത്ത ഒരവസ്ഥയിൽ ഒരുപക്ഷെ അതിനൊരു യജമാനൻ കാണും, അതിനെ അറിയാവുന്ന 1-2 പേര് അവിടെ കാണും. പക്ഷേ യേശു കർത്താവ് അതിൻ്റെ ആ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക. സ്തോത്രം. കർത്താവ് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ അന്ന് വരെ ആ കഴുത കണ്ടിട്ടില്ലാത്ത പലതും ആ കഴുതയ്ക്ക് വിറ്റ്നസ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഓണർ ലഭിക്കുകയാണ്, ബഹുമാനം ലഭിക്കുകയാണ്. ഒരിക്കലും ഒരു കുതിരയ്ക്ക് അത് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമുണ്ട്. പക്ഷേ ഒരു കഴുതയ്ക്ക് അത് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ഒത്തിരി ചിന്തകളും ഒത്തിരി തോട്ട്സും ഒത്തിരി കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തന്നെ കടന്നു വരും. പക്ഷേ കർത്താവിന് എന്തിനേയും ഉപയോഗിക്കാൻ പറ്റും. കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറിയാൽ, കർത്താവ് ഒരു മേഖലയിൽ ഇരുന്നാൽ, സ്തോത്രം, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ, അതൊരു പക്ഷേ ഒരു മൃഗമായാലും ആ മൃഗത്തിന് പോലും ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതെന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ അത് സംഭവിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലോ, അതൊക്കെ തക്ക സമയമാകുമ്പോൾ കർത്താവ് നിവൃത്തി ആക്കും. ഇന്ന് ആ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അന്ന് വരെ ആ കഴുത ഒരുപക്ഷെ ഒരിക്കലും ചിന്തിച്ചിട്ടല്ലാത്തത് അത് ആ ഒരു മേഖലയിൽ തന്നെ കിടക്കും, കെട്ടപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെ കിടക്കും എന്നായിരിക്കും ആ കഴുത പോലും പ്രതീക്ഷിച്ചത്. എന്നാൽ അതിൻ്റെ ചിന്തകൾക്കപ്പുറമായി, അതിൻ്റെ വിചാരങ്ങൾക്കപ്പുറമായി, അതൊരിക്കലും പ്രതീക്ഷിക്കാത്തത്, അതിന് അർഹതയില്ലാത്ത മേഖലയിൽ ആ കഴുത എത്തപ്പെട്ടെങ്കിൽ, സ്തോത്രം, നമ്മയൊക്കെ കർത്താവിനെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. നമ്മളൊക്കെ വാഗ്ദത്തം കേട്ടവരാണ്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകല്, കർത്താവിൽ ആശ്രയിക്കുക. തക്ക സമയമാകുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിവർത്തിച്ചു നൽകും.